ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ്. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റിപ്പറഞ്ഞെന്നും ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. പകരം ഹാഷ്മി എന്താണ് ചെയ്തത്? എന്റെ ഫേസ്ബുക്കിൽ ഞാൻ നിഷ്പക്ഷമായി പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയത്തെ എടുത്ത് പറഞ്ഞു വെച്ചുകൊണ്ട് ബിജെപിയുടെ രാഷ്ട്രീയമെന്നും ഭാരതവിരുദ്ധ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങിയ വിഷയത്തിൽ അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു ബിജെപിക്കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു ബിജെപിയുടെ വക്താവല്ല ഹാഷ്മി, എനിക്കിതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ സത്യവും ശരിയും എപ്പോഴൊക്കെ ബിജെപിയുടെ ഒപ്പം നിന്നിട്ടുണ്ടോ, സത്യവും ശരിയും എപ്പോഴൊക്കെ എന്റെ രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഹാഷ്മിക്ക് പൊള്ളുന്നത് ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ്. രാവിലെ വന്നിരുന്ന് ബിജെപി അനുകൂലിച്ചും ഉച്ചയ്ക്ക് വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചും രാത്രിയിൽ വന്നിരുന്ന കോൺഗ്രസിനെ അനുകൂലിച്ചും പിറ്റേ ദിവസം വി ഡി സതീശനെ തള്ളിപ്പറഞ്ഞും ഉച്ചയ്ക്ക് വി ഡി സതീശനെ അനുകൂലിച്ചും വൈകുന്നേരം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിറ്റേ ദിവസം നരേന്ദ്രമോദിയെ തെറിവിളിച്ചും അല്ലെങ്കിൽ പിണറായി വിജയനെ അനുകൂലിച്ചും പിണറായി വിജയനെ തെറിവിളിച്ചും ഒക്കെ സംസാരിച്ച് ശീലമുള്ള ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നും. ഞാൻ തിരിച്ചു ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകൂ ഹാഷ്മി എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി എടുത്ത വായിൽ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല എന്നുള്ളതാണ്. ഈ ബിഗ് ബോസിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞതും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെയാണ് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായി പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലും എന്റെ ജീവിതത്തെയും എന്റെ കുടുംബത്തെയും മാത്രം വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, പൊതുസമൂഹത്തിന് ഒന്നും ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ നാളിതുവരെ ഒരു അഭിപ്രായം പറഞ്ഞു മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായ നിലപാട് വ്യത്യാസവും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ ഞാൻ ഉയർത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഹാഷ്മി തയ്യാറായോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഹാഷ്മിക്ക് സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? കിറ്റെക്സ് ആണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ 24 ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സാബു ജേക്കബിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെ, സാബു ജേക്കബിനെതിരെ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു തവണ പോലും സംസാരിക്കാതെ നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ എനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കേണ്ടിരുന്ന വിഷയം? എന്തുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോയി? കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഞാൻ എന്തുകൊണ്ട് ബിജെപിയിലേക്ക് പോയി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, കൊട്ടാരക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാര്യങ്ങളും ഇതിനു മുൻപ് ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച സമയത്ത് കൊടിക്കുന്നിൽ സുരേഷ് ചെയ്ത കാര്യങ്ങളും ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, എന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഇതൊക്കെ പുറത്തുവിടാൻ നിങ്ങൾ മാന്യത കാണിച്ചോ? ഇല്ല. പകരം നിങ്ങളുടെ മൈക്കിന്റെ വോളിയം കൂട്ടിവെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തിവെച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തുവിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാഷ്മി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ഹാഷ്മി അകന്നു പോയതോടുകൂടി ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹാഷ്മിയുടെ ഉദ്ദേശമെന്നത് ഇന്നാട്ടിലെ സ്വബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായി എന്നതാണ് ജനകീയ കോടതിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന റിപ്ലൈ. അല്ലാതെ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ CPM-നെയും സുഡാപ്പികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെയും BJP-യും ഒക്കെ പലപ്പോഴായി വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് വരുന്ന കമന്റുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു കാര്യമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരാളെ എതിർക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ എതിർപ്പുകൾ നമുക്ക് സംഭവിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് ഹാഷ്മിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. എന്നിട്ട് ഇതേ വിഷയം നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തില് അഖിൽ മാരാർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാറ്റിപ്പറഞ്ഞ നിലപാടുകൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പൊളിച്ചെടുക്കാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞ വിഷയം, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്കും അവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർക്കും അവിടുത്തെ വോട്ടർമാർക്ക് മുന്നിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങൾ ഒരാളുടെ നിലപാടായി വ്യാഖ്യാനിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ആരാണ് തോൽക്കുമെന്ന്
പറഞ്ഞ് മത്സരിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ജയിക്കുമെന്ന് പറഞ്ഞാണ് മത്സരിക്കുന്നത്. വെറും 500 വോട്ടേ തനിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടത്തോളം എന്നുണ്ടെങ്കിലും അവനോട് ചോദിച്ചാലും അവൻ പറയുന്നത് ജയപ്രതീക്ഷയുണ്ടെന്നും ജയിക്കുമെന്നും അവന്റെ ചുറ്റുമുള്ള ആൾക്കാരോട് ജയിക്കാനുള്ള സാധ്യതകളെ കുറിച്ചുമാണ്. അതിനെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം താഴ്ന്നു പോയിരിക്കുന്നു എന്ന് സ്വയം ആലോചിക്കുക. സാബു ജേക്കബിന് വേണ്ടിയിട്ട് നടത്തിയ വെറും വാഗൊണ്ടുള്ള വയറിളക്കം മാത്രമാണ് ഹാഷ്മി ആ ചാനൽ ഫ്ലോറിൽ നിന്ന് ഹാഷ്മി കാണിച്ചെന്ന് തിരിച്ചറിയുക. ഒരിക്കൽ കൂടി ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? ഒരു എഡിറ്ററേയും സഹായമില്ലാതെ, ഒരു ഇന്നിയറിൽ നിന്നും ചെവിയിൽ അവന്മാര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാതെ എനിക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എഡിറ്റിംഗ് ടീമിന്റെയും എഡിറ്റോറിയൽ ഡെസ്കിന്റെയും സഹായത്തോടുകൂടി ചെവിയിലിരുന്ന് അവന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി തയ്യാറാക്കി കൊടുത്ത കുറെ വീഡിയോകൾ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് പറയുന്ന ഞാനും കേട്ടതാണല്ലോ. ഞാൻ തന്ന ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യും, ഞാൻ തന്ന രണ്ടാമത്തെ വീഡിയോ പ്ലേ ചെയ്യും, ഞാൻ തന്ന മൂന്നാമത്തെ വീഡിയോ പ്ലേ ചെയ്യും. എന്നിട്ട് അത് ഏതെങ്കിലും പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അത് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യം സ്ഥാപിച്ചെടുക്കാൻ പറ്റിയോ? ഒന്നുമില്ലാതെ വന്നപ്പോ കോൺഗ്രസ് വക്താവുമായി ചേർന്ന് എന്നെ BJP-കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും ആ വിഷയത്തിൽ മാത്രം നീട്ടിക്കൊണ്ടുപോയ ഒരു ചർച്ചയിൽ ഞാൻ ഇരുന്ന് തന്നപ്പോ ഒരു സാമാന്യ മര്യാദ കാണിക്കാമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ വാ ധൈര്യമുണ്ടെങ്കിൽ വാ, ലൈവായി ഞാനുമായി സംവദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ വാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുള്ള തന്റെ ഇടം ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലുണ്ടെന്നുണ്ടെങ്കിൽ 24-ൽ വന്ന് ലൈവിൽ ഞാൻ ഇരിക്കും. അതിനുള്ള തന്റെ ഇടം മറ്റേതെങ്കിലും ചാനലുണ്ടെന്നുണ്ടെങ്കിൽ ഹാഷ്മി അവിടെ വന്ന് സംവദിക്കും. ഇതേ വിഷയത്തിൽ സംവദിക്കുക. എണ്ണി പറ അഖിൽമാരാർ ഏതൊക്കെ വിഷയങ്ങൾ നിലപാട് മാറ്റിയെന്ന് എണ്ണി പറഞ്ഞിട്ട് അഖിൽമാരാരെ തേച്ചൊട്ടിക്കുക. അല്ലാതെ ഒരുവനെ സംസാരിക്കാൻ അനുവദിക്കാതെ, ഒരുവൻ പറയുന്നത് സംപ്രേഷണം ചെയ്യാതെ, ഒരുവന്റെ ശബ്ദം താഴ്ത്തിവെച്ച് ബോധപൂർവം കാണിക്കുന്ന കോമാളിത്തരമായി അധിക്ഷേപിക്കുന്ന തരം താഴ്ന്ന ഒന്നായി മാറരുത് മാധ്യമപ്രവർത്തനം.